പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് കരുണയുടെ ജീവിതം എന്നുള്ളതാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുണയുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നവർ ധാരാളമുണ്ട്. ദൈവത്തിൽ നിന്നും കരുണ സ്വീകരിക്കുന്ന നാം മറ്റ് സഹോദരങ്ങളോട് കരുണയോടെ വർത്തിക്കണം. അന്തിമ വിധി ദിവസം കർത്താവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യവും നാം കരുണ കാണിച്ചുവോ എന്നായിരിക്കുമെന്ന് നമുക്ക് അറിയാം. നല്ല ശമ്രായന്റെ ഉപമയിലെ സന്ദേശം കരുണയോടെ നാം മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷകൾ നൽകണമെന്ന് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്ന യേശുവിന്റെ വാക്കുകൾ സ്വീകരിച്ച് നമുക്ക് കരുണയിലും എളിമയിലും ജീവിക്കാം. മാനുഷികമായ രീതിയിൽ കരുണ അറിയിക്കുന്നവർക്കും അർഹിക്കാത്തവർക്കും കരുണ നൽകി ജീവിക്കുമ്പോൾ നാം സ്വർഗീയ പിതാവിന്റെ പ്രിയപ്പെട്ട മക്കളായി തീരും. മിക്ക പ്രവാചകന്റെ ഉപദേശം ഇപ്രകാരമാണ്: നല്ലതെന്തെന്ന് കർത്താവ് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത്? എളിമയോടുകൂടിയ കാരുണ്യപ്രവൃത്തികളാണ് ദൈവസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമായവ. കാരണം അവയിൽ സ്വാർത്ഥത ഉണ്ടായിരിക്കുകയില്ല. എളിമ ഉള്ളവർക്ക് ഒരു കരം കൊണ്ട് കർത്താവിനെ പിടിക്കുവാനും മറുകരം കൊണ്ട് കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാനും എളുപ്പത്തിൽ സാധിക്കും. വേദനിക്കുന്നവർക്കും രോഗികൾക്കും ആശ്വാസം നൽകുവാനും അവരെ സുഖപ്പെടുത്തുവാനും ഈശോയിലൂടെ ഇവർക്ക് കൃപ ലഭിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും സൂക്ഷിക്കുന്നവർക്ക് കാരുണ്യത്തിന്റെ പ്രവൃത്തികളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ 3 മാർഗങ്ങൾ ഉണ്ടെന്ന് ഈശോ വിശുദ്ധ ഫൗസ്തീനായോട് പറയുകയുണ്ടായി. അത് ഇപ്രകാരമാണ്: നിന്റെ അയൽക്കാരോട് കരുണ അഭ്യസിക്കുവാൻ 3 വഴികൾ ഞാൻ തരുന്നു. 1 പ്രവൃത്തിയാൽ, 2 വാക്കാൽ, 3 പ്രാർത്ഥനയാൽ. 3 പദവികളും ഉൾക്കൊള്ളുമ്പോഴാണ് കരുണ പൂർണ്ണതയിൽ എത്തുന്നത്. അപ്പോൾ അത് ആർക്കും ചോദ്യം ചെയ്യുവാൻ സാധിക്കാത്ത വിധം എൻ്റെ നേരെയുള്ള സ്നേഹത്തിന്റെ സാക്ഷ്യമാകും. സ്നേഹമാകുന്ന പുഷ്പത്തിന്റെ ഫലങ്ങളാണ് കാരുണ്യത്തിന്റെ പ്രവൃത്തികളെന്ന് വിശുദ്ധ ഫൗസ്തീന പറയാറുണ്ടായിരുന്നു. കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ഇത് ചെയ്തു തന്നത് എന്ന കർത്താവിന്റെ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ ഓടി നടക്കും. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് നാം ചോദിക്കേണ്ടതില്ല. നമ്മുടെ വീടുകളിൽ, അയൽ ഭവനങ്ങളിൽ, സന്യാസ ഭവനങ്ങളിൽ, ആശുപത്രികളിൽ, ചേരി പ്രദേശങ്ങളിൽ, ഇവിടെയെല്ലാം നമ്മുടെ കാരുണ്യം അർഹിക്കുന്നവരുണ്ട്. വേദനിക്കുന്ന രോഗികളുടെ സമീപത്ത് നിന്ന് അവരിൽ ഈശോയെ കണ്ട് ശുശ്രൂഷിക്കുവാൻ സാധിച്ചിരുന്നുവെന്ന് വിശുദ്ധ മദർ തെരേസ പലപ്പോഴും പറയുമായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വീടിനുള്ളിൽ ഒതുങ്ങി കഴിയുന്നവരുണ്ട്. മറ്റുള്ളവരെ സന്ദർശിക്കുവാനും സഹായിക്കുവാനും അവർക്ക് നല്ല ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാത്ത അവസ്ഥയിൽ അവർ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ശുശ്രൂഷ അറിയിക്കുന്നവർക്ക് വേണ്ടി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയാവും. കരുണയുടെ കർത്താവ് അവരുടെ സ്ഥാനം ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊള്ളും. നമുക്ക് വാക്കുകളിലൂടെ കാരുണ്യം പ്രകടിപ്പിക്കുവാൻ സാധിക്കും. നമ്മുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ അത് ആശ്വാസ വാക്കുകളായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. തളർന്ന ഹൃദയത്തെ
ആശ്വാസ വാക്കുകളാൽ ഉണർത്തുവാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ എലിസബത്ത് ദൈവാരൂപിയിൽ പ്രേരിതയായി ഉരുവിട്ട വാക്കുകൾ പരിശുദ്ധ അമ്മയെ വളരെയധികം സന്തോഷിപ്പിക്കുകയുണ്ടായി. പ്രാർത്ഥനയിലൂടെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ ഫൗസ്റ്റീനയോട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു: അപൂർണത നിറഞ്ഞ ആയിരക്കണക്കിന് പ്രാർത്ഥനകളെക്കാൾ നിർമ്മല സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തി എന്നെ പ്രീതിപ്പെടുത്തുന്നു. എന്നോടുള്ള നിന്റെ അതിയായ സ്നേഹം മൂലം നിന്റെ ചെറിയ സുഹൃതത്തിന് പോലും എന്റെ ദൃഷ്ടിയിൽ അളവറ്റ മൂല്യമുണ്ട്. ഇത്ര നേരം ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇതാണ്: നമ്മൾ കരുണയുടെ ധാരാളം പ്രവൃത്തികൾ ചെയ്യണം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ധാരാളം കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതായി ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമ്മളും ധാരാളം കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം. കരുണയുള്ളവരോട് ദൈവം കരുണ കാണിക്കും എന്ന് ഉറപ്പാണ്. കരുണയില്ലാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധി വരും എന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. ഞാൻ ഒരു സംഭവം നിങ്ങളോട് പറയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു കുഷ്ഠരോഗി റോഡ് സൈഡിൽ ഇരിക്കുന്നത് കാണുകയുണ്ടായി. ഞാൻ ആ കുഷ്ഠരോഗിയുടെ അടുത്ത് ചെന്ന് ഒരു 500 രൂപ എടുത്ത് ആ കുഷ്ഠരോഗിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ മാറി നിന്ന് ഈ കുഷ്ഠരോഗി എന്താ ചെയ്യണമെന്ന് നിരീക്ഷിക്കുകയായിരുന്നു. ഈ കുഷ്ഠരോഗി 500 രൂപ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആകാശത്തിലോട്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയുന്നതും കുഷ്ഠരോഗി മുഖത്ത് നല്ല ചിരി വരുന്നതും വളരെ സന്തോഷിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു. ഇത് കണ്ട് മാറി നിന്ന് ഞാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഞാൻ ഈ കുഷ്ഠരോഗിയെ സന്തോഷിച്ചതും അത് കണ്ട് മാറി എന്ന് ഞാൻ സന്തോഷിച്ചതും ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളില് ദൈവത്തിന്റെ ഒരു സ്വരം കേട്ടു: നീ ആ കുഷ്ഠരോഗിക്ക് പൈസ കൊടുത്തിട്ട് കുഷ്ഠരോഗിയുടെ സന്തോഷം കണ്ട് മാറി നിന്ന് സന്തോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്റെ അടുത്ത് ഒരാളോടെ നിന്ന് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അത് നിന്റെ ദൈവമായ ഞാനായിരുന്നു എന്ന്. ഞാൻ വളരെ വ്യക്തമായി ദൈവസ്വരം കേട്ടതാണ്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഓർപ്പിക്കാം: നമ്മൾ ദരിദ്രരോട് ദയ കാണിച്ചു കഴിഞ്ഞാൽ കർത്താവിനാണ് കടം കൊടുക്കുന്നതെന്നും കർത്താവ് ആ കടം വീട്ടും എന്നും ഉറപ്പാണ്. അതുകൊണ്ട് നമുക്കും കരുണയുള്ളവരായി ജീവിക്കണം. നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ നമ്മുടെ പാവങ്ങൾക്ക് ദൈവം അത് കണക്കിടുകയും നമ്മുടെ പാവങ്ങൾ മോഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കും ധാരാളം പേരോട് കരുണ കാണിച്ച് നമ്മുടെ ചുറ്റുപാടിൽ തന്നെ നമുക്ക് ധാരാളം പേരോട് കരുണ കാണിച്ച് നമുക്കും ജീവിക്കാം. കരുണ പ്രവർത്തിച്ച് നമ്മൾ ധാരാളം കരുണ പ്രവർത്തിച്ച് ഈ ലോകത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണശേഷം നമുക്ക് ഉറപ്പായും ദൈവത്തിന്റെ കൂടെ സ്വർഗത്തിൽ നമുക്ക് പോകുവാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കരുണ കാണിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്കും ധാരാളം കരുണ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കാം. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.